ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്ട്രീറ്റ് ഫുഡ് ആയിട്ടാണ് ബേൽപുരി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിന് ആദ്യം തന്നെ വേണ്ടത് എന്താ? പൊരി. ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള പൊട്ടറ്റോ ആണത്. അത് ഞാൻ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പ് ചെയ്തിട്ടുള്ള സവാള, ചോപ്പ് ചെയ്തിട്ടുള്ള തക്കാളി, സേവ്, പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള മിക്സറിൽ സ്പൈസി അത്, ചാട്ട് മസാല, മുളക് പൊടി, ലെമൺ, ബ്ലാക്ക് സാൾട്ട്, റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടി, പപ്പടി, ടാമറിൻഡ് ഡേറ്റ്സ് ചട്നി, ഗ്രീൻ ചട്നി. ഈ രണ്ട് ചട്നികളും അതുപോലെ സേവ് ഉണ്ടാക്കുന്നതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാൻ മറക്കണ്ട. അപ്പൊ എങ്ങനെയാണ് ബേൽപൂരി ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അതിനായിട്ട് ഇത്തിരി വലിയൊരു ബൗൾ എടുക്കാം. ഇനി ഇതിലോട്ട് പൊരി ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ബോരി സ്മാഷ് ചെയ്ത് വെച്ചിട്ട് പൊട്ടറ്റില്ല അതും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആഡ് ചെയ്യാനുള്ളത് രണ്ട് ചട്നികളാണ്. ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് ഗ്രീൻ ചട്നി. ഒരു 3 സ്പൂൺ ഗ്രീൻ ചട്നി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ടാമറിൻഡ് ഡേറ്റ്സ് ചട്നി. ഒരു 4 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മിക്സറിൽ സ്പൈസി അത്. പിന്നെ അതിലോട്ട് കുറച്ച് ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 1/4 സ്പൂൺ വരെ ചാട്ട് മസാല. പിന്നെ വേണ്ടത് ബ്ലാക്ക് സാൾട്ട്. അത് തികച്ചും ഓപ്ഷനിലാണ്. താല്പര്യമില്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. എനിക്ക് എൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യാം. ലെമൺ ജ്യൂസ് ഒരുപാട് ആഡ് ചെയ്യണ്ട കേട്ടത്. ഒരു സ്പൂണിനെ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് അല്ല, നല്ലൊരു തവിയോണ്ട് ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്, നന്നായിട്ട് മിക്സായി കിട്ടണമെങ്കിൽ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ബേൽപൂരി, പാനിപ്പൂരി, അങ്ങനെയുള്ള ചാട്ട് മസാലകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല. നന്നായി മിക്സ് ചെയ്യാം. ഞാൻ അത് ആദ്യമായിട്ട് കഴിക്കുന്നത് തൃശ്ശൂർ സിറ്റി സെൻറ്ററിൽ നിന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഹിമ്മയാണ് എനിക്കിത് വാങ്ങി തരുന്നത്. അപ്പം അന്നാണ് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ അറിയുന്നത്. അന്ന് തൊട്ട് ഞാൻ അതായിട്ട് ഭയങ്കര മുഹബത്തായി തുടങ്ങി. അപ്പോൾ നന്നായി മിക്സ് ആയിട്ട് കേട്ടോ. ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പപ്പടി. അപ്പോൾ ഇതാണ് പപ്പടി. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. മൈദയിലാണ് നമ്മൾ പപ്പടി ഉണ്ടാക്കിയെടുക്കുക. മൈദയിൽ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അങ്ങനെ മാവ് കുഴച്ചിട്ട് ഒരു ഉരുളിയാക്കിയിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 15 മിനിറ്റ് ശേഷം ഈ ബോൾ എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തുക. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് മീഡിയം സൈസിലായിരിക്കണം. ഒരുപാട് അങ്ങ് തിന്നാവാൻ പാടില്ല. മീഡിയം രീതിയിൽ വേണം നമ്മളത് പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം ഫുഡ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്യാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇതൊരു നോർത്തിൽ നിന്ന് റെസിപ്പി ആയ കാരണം കൊണ്ട് അവർ പപ്പടി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് അയമോദകവും ജീരകവും ഒക്കെ ആഡ് ചെയ്യും. ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് പൊടിച്ചിടാം. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. ബേൽപൂരി റെഡി ആയിട്ടുണ്ട്. അത് ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ചട്നികളും ഒക്കെ കറക്റ്റാണ്. ഇനി ഇതിൽ ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ ഒണിയൻ ആഡ് ചെയ്യാണ്ട്, ടൊമാറ്റോ ആഡ് ചെയ്യാണ്ട്, പിന്നെ സേവ് ആഡ് ചെയ്യാണ്ട്. അത് ഞാൻ സെർവ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യണുള്ളൂ. ഈ ടൈമിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ അതൊരു ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. എല്ലാവരും കണ്ടില്ലേ ബേൽപൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്? വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന നല്ല റെസിപ്പിയാണ്. ഇത് മിക്സിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഈ സവാളയൊക്കെ നമ്മൾ കഴിക്കുന്ന നേരത്തെ ഇടായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ പൊരിയില്ലേ അതങ്ങ് ചുങ്ങും. പിന്നെ ഭയങ്കര ഒരു വെറ്റായിട്ടുള്ള പോലെ ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ എപ്പോഴും കൈയോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അത് ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ബേൽപൂരി ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒട്ടും വേഗണ്ട സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട റെസിപ്പീസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് ഞാൻ പിന്നെ വരയ്ക്കും. ടാറ്റാ.